അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സമഗ്ര ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ട്. അടുത്ത് വേണ്ടത് മൈക്രോ പ്ലാൻ നെയിമാണ്. ഓക്കെ, ഒന്നുകിൽ ഇവിടെ നമ്മൾ ആക്ടിവിറ്റി നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇനി താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ വേർഡിലോ അല്ലെങ്കിൽ എക്സലിലോ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് അതിനകത്ത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അധികം സമയം കളയേണ്ടി വരില്ല. എടുത്ത് പേസ്റ്റ് ചെയ്ത് പോയാൽ മതി, നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് ഇരിക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റായിട്ട് നോട്ട് പാഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിങ് സമയത്തൊക്കെ ഞാൻ എക്സലിലാണ് ചെയ്തിട്ടത്. ഒരു വ്യത്യസ്തമായിട്ട് വേറെ അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ പ്രാവശ്യം ഞാൻ എടുത്തേക്കുന്നത് നോട്ട് പാഡാണ്. നോട്ട് പാഡിലാകുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഫോർമാറ്റിംഗ് ഒന്നുമില്ല, ടെക്സ്റ്റ് മാത്രമായിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ കളർ കൊടുത്തോ അല്ലെങ്കിൽ ബോൾഡാക്കിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേഡ് ഫയലായിട്ട് വെച്ചിട്ട് ആ വേഡ് ഫയലിൽ വേണ്ട ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, നമ്മുടെ ഒരു ടീച്ചിങ് മാനുവലിൻ്റെ രീതി. പ്രത്യേകിച്ചും ഇപ്പോൾ 2 കോളമാണല്ലോ നമ്മുടെ ടീച്ചിങ് മാനുവൽ. മുമ്പ് നമ്മൾ 3 കോളം 4 കോളം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കോളമാണ് ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് മാനുവലിൻ്റെ രീതി. ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എഴുതുന്നു, ആക്ടിവിറ്റിയൊക്കെ എഴുതുന്നു. രണ്ടാമത്തെ കോളം ശരിക്കും റെസ്പോൺസിന് വേണ്ടിയിട്ട് എഴുതിയാണ്, കുട്ടികളുടെ റെസ്പോൺസാണ് രേഖപ്പെടുത്താനായിട്ടുള്ളത്. അപ്പോൾ റെസ്പോൺസ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇപ്പോഴല്ല, ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സും കഴിഞ്ഞ ശേഷമാണ് റെസ്പോൺസ് രേഖപ്പെടുത്തേണ്ടത്. അതായത് ടീച്ചിങ് മാനുവൽ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഫീൽഡ് ലഭ്യമല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ മാത്രമാണ്. ഒരു ടീച്ചിങ് മാനുവൽ സംബന്ധിച്ചിടത്തോളം അതിനൊരു പേര് കാണും. ഓൾറെഡി ക്ലാസ് ഡേറ്റ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അടുത്തത് ആക്ടിവിറ്റിയുടെ നെയിമാണ്, അവിടെ പേര് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ആക്ടിവിറ്റി എന്ന അടുത്ത കോളത്തിൽ ആക്ടിവിറ്റി എന്താണെന്നാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ അടുത്ത കോളത്തിൽ ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ്, വാല്യൂസ്, ആശയങ്ങൾ, ധാരണകൾ. അതായത് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ നമ്മൾ ക്രോഡീകരിച്ച് നൽകേണ്ടത്. അതിൻ്റെ അടുത്ത കോളത്തിലായിട്ട് നമ്മൾ അസസ്മെൻറ്റ്. അപ്പോൾ ഈ ആശയങ്ങൾ കുട്ടികൾ ഉറച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായിട്ട് അസസ്മെൻറ്റിനായിട്ട്, മൂല്യനിർണ്ണയത്തിനായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ കൊടുക്കാറുണ്ട്. ആ ചോദ്യങ്ങളാണ് അവിടെ കൊടുക്കാനുള്ളത്. അതിനുശേഷം അടുത്ത വരുന്നത് എന്താണ്, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി, ഒരു തുടർ പ്രവർത്തനം. കുട്ടിക്ക് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു തുടർ പ്രവർത്തനം കൊടുത്ത് വിടാറുണ്ട്. ആ തുടർ പ്രവർത്തനം ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, അത് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി നെയിമാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു നോട്ട് പാഡിൽ ഞാൻ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് പാഡിലേക്ക് ഞാനൊന്ന് ആൾട്ട് ടാബ് കൊടുത്ത് അപ്പുറത്തേക്ക് പോവുകയാണ്. പ്രവർത്തനം 3 പാഠവിശകലനം അല്ലേ? ഓക്കെ, പ്രവർത്തനം 3 പാഠവിശകലനം എന്നുള്ളത് ഞാൻ ആരോ കീ അടിച്ച് വന്ന് അപ്പോൾ ഹോം കീ കൊടുത്ത് ഷിഫ്റ്റ് എൻ്റ് കൊടുത്ത് ആ ലൈൻ അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോട്ട് പാഡിലാണ് ഇതുള്ളത്. ഞാൻ ഇനി കോപ്പി ചെയ്യുന്നു, Ctrl+C. അടുത്ത ഇതിലേക്ക് പോകുന്നു, ടൈപ്പ് ചെയ്യാനുള്ള ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ടാബ് ചെയ്തിട്ട് ഷിഫ്റ്റ് ടാബ് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, പാഠവിശകലനം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ് വേണ്ടത്? ട്രാൻസ്ലേറ്റ് ബട്ടൺ ഉണ്ട്. അത് തൽക്കാലം നമുക്ക് ആവശ്യമില്ല. കോംബോ ബോക്സ് ഡിഫോൾട്ട് എന്ന് പറയുന്നുണ്ട്. ഈ കോംബോ ബോക്സ് കാഴ്ചയുള്ളവർക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഒക്കെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇത് വെച്ച് തന്നെ സജ്ജീകരിക്കാൻ പറ്റും. നമ്മുടെ കീബോർഡിൽ മാറ്റാതെ തന്നെ ഇതുപയോഗിച്ച്. അപ്പോൾ നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അവിടെ ആ രീതിയിൽ മലയാളത്തിലായിരിക്കും ടൈപ്പ് ആവുന്നത്. ആ രീതിയിലൊക്കെ ക്രമീകരിക്കാനുള്ളതാണ്. നമ്മൾ അതൊന്നും മാറ്റാൻ നിൽക്കുന്നില്ല, ഡിഫോൾട്ടായിട്ടുള്ള രീതി തന്നെ നമ്മളിവിടെ സ്വീകരിക്കുകയാണ്. ഓക്കെ, ടാബ് കൊടുത്തതാണ്. അപ്പോൾ എൻ്റർ ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്ന് പറഞ്ഞുള്ള ഫസ്റ്റ് കോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായുള്ള സാധനം ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട് പാഡിൽ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ആൾട്ട് ടാബ് കൊടുത്ത് ആ നോട്ട് പാഡിലേക്ക് പോകുന്നു.
പ്രവർത്തനം 3 പാഠവിശകലനം എന്നായിരുന്നു നമ്മുടെ നെയിം. ഓക്കെ, അത് കഴിഞ്ഞു. ആനന്ദാശ്രക്കൾ പാഠഭാഗം ഓഡിയോ കേൾക്കുന്നു. തുടർന്ന് കുട്ടികൾ 4 ഗ്രൂപ്പുകളായി തിരിയുന്നു. ഓരോ ഗ്രൂപ്പിനും കൊടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ പറയുന്നത്. കഥയുടെ പശ്ചാത്തലം. ജോസൻ എന്ന കുട്ടികളുടെ സവിശേഷതകൾ. ഓർഫനേജിലെ കുട്ടികളുടെ ജീവിതം. ആനന്ദാശ്രക്കൾ പാഠഭാഗം നൽകുന്ന സന്ദേശം. ഓക്കെ, ഇതുവരെയാണ് പ്രസക്തമായവ ടീച്ചർ ബോർഡിൽ പ്രദർശിപ്പിക്കുന്നത്. അടുത്ത ക്രോഡീകരണം. അടുത്തത് അവിടെ ഇപ്പം ആവശ്യമുള്ള സാധനങ്ങളല്ല. അപ്പോൾ ഇതൊന്ന് വായിച്ചു കേട്ടു. ഞാൻ എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ നെയിം ആയിരുന്നു. ആ ലൈനിൽ നിന്ന് മാറി അടുത്ത ലൈനിലേക്ക് വരുന്നു. ഡൗൺ ആരോ കൊടുത്ത് വരുന്നു. ഓക്കെ, അതിനെ ഹോം കൊടുക്കുന്നു തുടക്കത്തിലേക്ക് എത്താനായിട്ട്. എന്നിട്ട് ഷിഫ്റ്റ് എൻഡ് കൊടുത്ത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ലൈൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി 3-4 ലൈനുണ്ട്. അപ്പോൾ താഴേക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഷിഫ്റ്റ് ഡൗൺ ആരോ കൊടുത്ത് അടുത്ത ഭാഗങ്ങൾ കൂടി. ഇപ്പോൾ ഒരു ലൈൻ സെലക്റ്റായി നിൽപ്പുണ്ട്. ഹോം കൊടുത്ത് ഷിഫ്റ്റ് എൻഡ് കൊടുത്തപ്പോൾ ഒരു ലൈൻ സെലക്റ്റായി നിൽപ്പുണ്ട്. അടുത്ത ലൈനുകൾ ഡൗൺ ആരോ കൊടുത്ത് സെലക്ട് ചെയ്യണം കേട്ടോ. ഷിഫ്റ്റ് ഡൗൺ ആരോ കൊടുത്ത് സെലക്ട് ചെയ്യണം. ക്രോഡീകരണം സെലക്ട് ആയിട്ടുണ്ട്. അത് വേണ്ട, ഞാൻ ഒരു ഷിഫ്റ്റ് അപ്പാര കൊടുക്കുന്നു. ബോർഡിൽ ടീച്ചർ പ്രദർശിപ്പിക്കുന്ന പൂർണ്ണമായിട്ട് സെലക്ട് ആയി കാണില്ല. അതൊന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു ഷിഫ്റ്റ് എൻഡും കൂടി കൊടുക്കുന്നു കേട്ടോ. സെലക്ഷൻ ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എങ്കിൽ ഒന്ന് ഞാൻ സൂചിപ്പിച്ച് പോയെന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർ അത് ഒന്നുകൂടി നോക്കുക. ഓക്കെ, ഇത് കോപ്പി ചെയ്യുന്നു. Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് എൻ്റർ ആക്ടിവിറ്റി സ്റ്റെപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടെ ഞാൻ എന്താ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. Ctrl+V. ഓക്കെ, അതുവരെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കേട്ട് നോക്കണമെങ്കിൽ ഒരു ടാബ് കൊടുത്ത് ഷിഫ്റ്റ് ടാബ് കൊടുത്ത് നോക്കാം. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ ആക്ടിവിറ്റി നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് ആണ്. അപ്പോൾ അതിനു മുമ്പ് 2 കാര്യങ്ങൾ ഈ നമ്മുടെ ഈ പേജിലുണ്ട്. അതായത് ഒന്ന് റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡിജിറ്റൽ റിസോഴ്സ്, അതായത് സമഗ്ര പ്ലസിൽ തന്നെയുള്ള ഡിജിറ്റൽ റിസോഴ്സസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അത് അടുത്തത്. പക്ഷേ അതിവിടെ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. കാരണം ഇവിടെ തന്നെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് ഇവിടെ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ആഡ് ചെയ്യുന്ന കാര്യം ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അടുത്ത വരുന്ന ഭാഗം, ഇപ്പം റിസോഴ്സസ് എന്ന് പറയുന്ന ഭാഗം ആക്സസിബിൾ അല്ല, നമുക്കിവിടെ ഒന്നും പറയത്തുമില്ല. മുമ്പ് പറയുന്നുണ്ടായിരുന്നു, റിസോഴ്സ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയും കിട്ടുന്നില്ല. ഇനി മറ്റേതെങ്കിലും സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതും ഒരു കോംബോ ബോക്സ് ഒരു ലിസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതും പൂർണ്ണമായും ആക്സസിബിൾ അല്ല. ഇതിൽ വരുന്നത് നമുക്ക് നമ്മൾ ഇവിടെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ മാക്സ് ആണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ചാർട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മറ്റ് ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്യാനാണ് ഈ കോംബോ ബോക്സ് ഉള്ളത്. ഇവിടെ സ്പേസ് ബാർ കൊടുത്താൽ ഓപ്പൺ ആവും. ഓപ്പൺ ആയാലും നമുക്ക് ഇപ്പോൾ മുമ്പ് അതും പറയുന്നുണ്ടായിരുന്നു,
ഇപ്പോൾ ഉണ്ടായ ചെറിയ മാറ്റത്തിന് ശേഷം അതും പറയുന്നില്ല. അതായത് നമ്മുടെ ട്രെയിനിങ് സമയത്തൊക്കെ അത് പറയുമായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. വേഡുണ്ട്, പിന്നെ സ്റ്റെലേറിയം ഉണ്ട്, കെ സ്റ്റാർസ് ഉണ്ട്, പിന്നെ ജിയോജിബ്ര ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് കൂടെ തന്നിട്ടുണ്ട്. ചാർട്ട് ഒരു ഓപ്ഷൻ ഇട്ട് തന്നിട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഒരു ഓപ്ഷൻ ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതും ഇവിടെ ഉണ്ട്. പക്ഷേ അത് ഇങ്ങനെ ഇത് മാത്രമേ പറയുള്ളൂ, ഓപ്പൺ ലിസ്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഇതിൽ നിലവിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ല. ഓക്കെ, എന്തായാലും അത് നമ്മളെ കാര്യമായി ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോകുന്നു. അടുത്തത് എൻ്റർ ഐഡിയാസ് അല്ലേ, ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് എന്ന ആ ഫീൽഡാണ് വന്നത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഫയലിലേക്ക് പോവുകയാണ്. അതായത് ക്രോഡീകരണം തൊട്ടുള്ള ഭാഗമാണ് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ഈ ആക്ടിവിറ്റിയിലൂടെ കുട്ടി നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, മൂല്യനിർണ്ണയ പ്രവർത്തനം. അപ്പോൾ അത് വേണ്ട, അതിന് മേലോട്ടുള്ള സാധനങ്ങൾ ക്രോഡീകരണം തൊട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാൻ അപ്പോൾ ഹോം പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഷിഫ്റ്റ് എൻഡ് കൊടുക്കുന്നു. അപ്പോൾ ആദ്യ ലൈൻ സെലക്ട് ആവും. ക്രോഡീകരണം സെലക്റ്റഡ്. ഇനി 3-4 ലൈനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ലൈനുകളൊന്ന് സെലക്ട് ചെയ്യണം. മൂല്യനിർണ്ണയ പ്രവർത്തനം വേണ്ട. ചിലപ്പോൾ ലാസ്റ്റത്തെ ലൈൻ പൂർണ്ണമായി സെലക്ട് ആയി കാണില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഷിഫ്റ്റ് എൻഡും കൂടെ കൊടുക്കുന്നു. ഇപ്പോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കൊടുത്താണ് സെലക്ട് ചെയ്ത് വന്നത്, ഷിഫ്റ്റ് എൻഡും കൂടെ കൊടുക്കുന്നു. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വേണ്ട സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പ് വരുത്തുക, അതായാലും മതി. ഓക്കെ, അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് Ctrl+C കൊടുക്കുന്നു. തിരിച്ച് നമ്മുടെ പേജിലേക്ക് വരുന്നു. ഓക്കെ, ഞാനവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+V. ഓക്കെ, ഞാൻ ഷിഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അത്രയാണ് ഉള്ളത്. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് പൂർത്തിയായിട്ടുണ്ട്. ചിലരിവിടെ ഒറ്റ ലൈനിൽ കൊടുക്കാറേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റ് എഡിറ്ററിൽ ആദ്യം ഇതിലുണ്ടാകുന്ന ആശയം ധാരണ ഒറ്റ ലൈനിൽ കൊടുത്തിരുന്നു. പക്ഷേ അതിനേക്കാളും നല്ലത് വ്യക്തമായിട്ട് തന്നെ കൊടുക്കുന്നതാണ്. ഭരണഘടന, ഇപ്പോൾ ഞാൻ കണ്ട ഒരെണ്ണത്തിനകത്ത് ഭരണഘടനാ മൂല്യങ്ങൾ തിരിച്ചറിയുന്നതിന് അങ്ങനെ പറഞ്ഞ് ആ ഒരു ആശയം മാത്രമായിട്ടാണ് കൊടുത്തിരുന്നത്. വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതായത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതിലൂടെ നേടുന്ന ആശയങ്ങൾ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫായിട്ട് തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. എൻ്റർ അസസ്മെൻറ്റ്. ഓക്കെ, മൾട്ടിലൈൻ. അവിടെ അസസ്മെൻറ്റിനുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ ആ മൂല്യനിർണ്ണയ സൂചകം കണ്ടു, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, ഞാനവിടെ ഷിഫ്റ്റ് എൻഡ് ആരോഗ്യ ഉപയോഗിച്ച് താഴോട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പ്രഭാഷണം തയ്യാറാക്കുക, ഇതാണ് ഹോംവർക്കാണ്, എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മൂല്യനിർണ്ണയ സൂചകങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിത് സമഗ്രയിൽ നിന്ന് തന്നെ എടുത്ത സാധനമാണ് കേട്ടോ, ഞാൻ ഒന്നും ഉണ്ടാക്കിയൊന്നുമല്ല. സമഗ്രയിൽ നിന്ന് തന്നെ എടുത്ത അവരുടെ ഇതിനകത്തുണ്ടായിരുന്ന ആക്ടിവിറ്റി തന്നെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, എന്തായാലും അത് ഒരു ടെക്സ്റ്റാക്കി മാറ്റിയേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യുന്നു.
OBS Cube. Google Chrome window application. Enter assessment edit multi-line blank. ഓക്കെ, അവിടെ വന്നു. ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. Ctrl V. Section enter assessment edit multi-line blank. ഓക്കെ, അതവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. Reference edit reference link blank. ഇവിടെ റെഫറൻസ് നമ്മൾ ഏതെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ മറ്റെന്തെങ്കിലും റെഫറൻസ് ടെക്സ്റ്റായിട്ട് ചേർക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഞാൻ അധികമായിട്ട് ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ, അടുത്തത് ഇവിടെ നിന്ന് അതുകൊണ്ട് നമുക്ക് റെഫറൻസ് ആണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. Application enter extended activities edit multi-line blank. Enter extended activities. ഓക്കെ, അവിടെ അതാണ് അടുത്ത് വരുന്നത്. അതായത് തുടർ പ്രവർത്തനമാണ് കുട്ടിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് വരാം. ഞാൻ ഷിഫ്റ്റ് ടാബ് കൊടുത്തപ്പോഴത്തേക്ക് പോകുന്നു. പ്രഭാഷണം തയ്യാറാക്കുക. ഓക്കെ, ഞാൻ എന്തായാലും അവിടുന്ന് സെലക്ട് ചെയ്യുകയാണ്. ഷിഫ്റ്റ് എൻഡ്. selected. selected. അതിൻ്റെ മൂല്യനിർണ്ണയ സൂചകങ്ങൾ selected. Right arrow head Aparshanam Malayalam selected. Tana left paren Uberamam Ubesamharam right paren right arrow head Ashayavya selected. Ayovyavadari Ichchitum selected. ഓക്കെ, അപ്പോൾ ഇത് ആശയവ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് പഠിപ്പിക്കുമ്പോഴും പറയാം ഞാൻ എന്തൊക്കെയാണ് നോക്കുന്നത്. ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ ഈ നിങ്ങൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നതെന്ന് നമുക്ക് അതിനുള്ള മൂല്യനിർണ്ണയ സൂചകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്കും നന്നായിരിക്കും. അതനുസരിച്ച് ചെയ്യാൻ നന്നായിരിക്കും. അതാണ് ഇവിടെ ആ മൂല്യനിർണ്ണയ സൂചകങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് നല്ല കാര്യമാണ്. പേസ്റ്റ് ചെയ്യുന്നു. Section enter extended activities edit multi-line blank. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. Application enter extended activities edit multi-line പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കുക. പ്രഭാഷണം തയ്യാറാക്കുക. മൂല്യനിർണ്ണയ സൂചകങ്ങൾ right arrow head വിഷയമുൾ ഒബ്ജക്റ്റും right arrow head ആശയവുമായി ബന്ധിപ്പിച്ചിട്ടും right arrow head നിരീക്ഷണം right arrow head പ്രഭാഷണം ഘടന left paren ഉപസംഹാരം right paren. ഓക്കെ, പ്രഭാഷണത്തിൻ്റെ ഘടനയൊക്കെ പാലിച്ചിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുക. അതാണ് മൂല്യനിർണ്ണയ സൂചകങ്ങൾ. ആശയവ്യക്തതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം സ്റ്റെപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്തത് ഒന്നുകൂടി പറയാം, ഓടിച്ചെന്ന് പറയാം. പേര് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വന്നത് ആക്ടിവിറ്റി സ്റ്റെപ്പാണ്. അപ്പോൾ ആക്ടിവിറ്റി പ്രവർത്തനം എന്താണെന്ന് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു റിസോഴ്സ് സമഗ്രയിൽ തന്നെയുള്ള റിസോഴ്സസ് ചേർക്കാനുള്ളൊരു ഭാഗമായിരുന്നു. അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടിരിക്കുകയാണ്. നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചാർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ ചെക്ക് ബോക്സ് ഉണ്ട്. വേണ്ടത് അവിടെ നമുക്ക് ടിക്ക് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. അടുത്തത് വരുന്നത് ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് ആണ്. അപ്പോൾ അതുകൂടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് അസസ്മെൻ്റ് ആണ്. ആ അസസ്മെൻ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്തത് എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയാണ്. ആ എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് സേവ് ബട്ടനാണ്. സേവ് റീസെറ്റ് ബട്ടനാണ്. അപ്പോൾ റീസെറ്റ് ബട്ടൺ കൊടുത്താൽ ഇതുവരെ ചെയ്തതെല്ലാം പോയി വീണ്ടും ബ്ലാങ്ക് ആവും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അടുത്ത സേവ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ റിസോഴ്സസ് ആഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് ഒന്ന് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. കുറച്ച് ആക്സസിബിലിറ്റി പ്രോബ്ലം ഉള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ഏകദേശം ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ സേവ് ബട്ടണിൽ നിൽക്കുകയാണ്. ഞാൻ അവിടെ സേവ് ചെയ്യുന്നില്ല. റീസെറ്റ് ബട്ടൺ ലിസ്റ്റ് വിത്ത് 7 ഐറ്റംസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. 7 ഐറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 6 ഐറ്റമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഓൺ ഡിമാൻഡ് ലൈൻ വീഡിയോ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ എന്തെങ്കിലും ഈ സമഗ്രയുടെ സൈറ്റിലുണ്ടെങ്കിൽ ഈ ടാബിലാണ് ലഭിക്കുക. അടുത്തത് അടുത്ത ഓഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടാബിലാണ് ലഭിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, പറയാം. ഇമേജ് ലിങ്ക്, എന്തെങ്കിലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ കിട്ടും. അടുത്തത് ടച്ച് ലൈൻ ആപ്പ്, അതായത് ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ടച്ച് ചെയ്തിട്ട് ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ശരി എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ ആൻസർ ടച്ച് ചെയ്ത് തന്നെ ചെയ്യുന്ന രീതിയിൽ ടച്ച് സ്ക്രീനിൽ ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത്
ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോ സാധനങ്ങൾ പുതിയതായിട്ട് വരുന്ന രീതിയിൽ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു പ്രത്യേക ഇൻറ്ററാക്റ്റീവ് നമ്മൾ പറയുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് വരുന്ന രീതിയിലുള്ള പരസ്പരം അങ്ങനെയുള്ള സാധനമാണ് ഇൻറ്ററാക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ, ഡോക്യുമെൻറ്റ് ഫയലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അടുത്തത് PDF. ഇങ്ങനെ അപ്പോൾ വീഡിയോ, ഓഡിയോ, ഇമേജ്, ഇൻറ്ററാക്റ്റീവ്, ഡോക്യുമെൻറ്റ്സ്, PDF ഇങ്ങനെ 6 ടാബാണ് ഉള്ളത്. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഴ്ചയുള്ളവർക്കാണെങ്കിൽ ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ അതിൻ്റെ തൊട്ട് വലത് സൈഡിലായിട്ട് ഈ വക സാധനങ്ങൾ മാത്രമായിട്ട് ഡിസ്പ്ലേ ആകും. ഇപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇമേജസ് ഉണ്ടെങ്കിൽ ഉള്ള ഇമേജസ് കാണിക്കും, ഇല്ലെങ്കിൽ നോ ഫയൽസ് എന്ന് കാണിക്കും. പക്ഷെ നമുക്ക് വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ 6 ടാബ്, ഇപ്പോൾ ഇതിനകത്തിപ്പോൾ ഞാൻ ചെയ്യുന്നതിനകത്ത് വീഡിയോ ഇല്ല, ഇമേജ് ഇല്ല, ഇൻറ്ററാക്റ്റീവ് ഇല്ല, ഡോക്യുമെൻറ്റ്സും ഉണ്ട്, പിന്നെ PDF ഉണ്ട്. അപ്പോൾ അതായത് ഡോക്യുമെൻറ്റ്സും PDF മാത്രമേ ഇതിലിപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ടാബ് കടന്ന്, ഓഡിയോ ടാബ് കടന്ന്, ഇമേജ് ടാബ് കടന്ന്, ഇൻറ്ററാക്റ്റീവ് കടന്ന്, അതും കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഫയൽ, അത് 5ാമത്തെ ടാബിൽ ഇതിനകത്തൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ, അതായത് ഇതിനകത്തൊക്കെ ഫയലുണ്ടായിരുന്നെങ്കിൽ ഈ ഫയലുകളിലൂടെയും കടന്നു പോയിട്ട് മാത്രമേ നമ്മൾ അവിടേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അതായത് ഡോക്യുമെൻ്റായിട്ട് അത് ചില പ്രസൻറ്റേഷൻ ഫയലുകൾ, ക്ലാസ്സിൽ കാണിക്കാവുന്ന പ്രസൻറ്റേഷൻ ഫയലുകൾ ഇതിലുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ ഒന്നുകൂടി അവിടുന്ന് വരാം. വരണം, നമ്മുടെ സേവ് ബട്ടണിൽ നിന്ന് വരാം. സേവ് ചെയ്യാതെ തന്നെ അതും കിടന്നാണ് നമ്മൾ ഇപ്പുറത്ത് വന്നത്. പിന്നെ സേവ് ബട്ടണിൽ ഒന്നുകൂടെ വരാം. Reference edit reference list application and save button, save button, reset button, list with 7 items arrow line forward link. Okay, അടുത്ത് on demand line video link, volume line down link, volume down എന്ന് പറയുന്നത് പക്ഷേ ഓഡിയോ ആണ്. image link, image, interactive link, insert line drive line file link, ലൈൻ ഡ്രൈവ് ഫയൽ, അത് ഡോക്യുമെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡോക്യുമെൻറ്റ് ഫയൽ, അത് പ്രസൻറ്റേഷൻ ഫയലുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും കാണുന്നത്. ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഇവിടെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലൊന്ന് സ്പേസ് ബാർ കൊടുക്കുകയാണ്. ഓക്കെ, സ്പേസ് ബാർ എൻ്റർ കൊടുത്താലും മതിയാവും. ഓക്കെ, ഓക്കെ, അവിടെ സ്പേസ് ബാർ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 5 ടാബ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 5 ടാബും കടന്ന് 4, 1, 2, 3, 4, 5, 5ാമത്തെ ടാബിലാണ് ഉള്ള സാധനം. ഡോക്യുമെൻറ്റ്സ് 5ാമത്തെ ടാബാണല്ലോ. അപ്പോൾ അതും കടന്നെങ്കിൽ മാത്രമേ ഈ ഫയലുകളുടെ പേര് പറയൂ എന്ന് ഓർക്കണം. ഇനി വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ പേര് അതെല്ലാം കടന്ന് മാത്രമേ വരുള്ളൂ. പക്ഷേ കാണുന്നവർക്ക് ഇവിടെ ഡയറക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഉള്ള ഡ്രൈവ് അത് അവിടെ നിൽക്കുകയാണ്. പിക്ചർ ലൈൻ ആസ് PDF. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ടാബാണ് PDF. ഓക്കെ, ഞാൻ അപ്പോൾ ഇത് ഇപ്പോൾ തുടങ്ങുവാണ്. Tab control, clear line all tabs selected. Find line in line page tab selected 2 of 2. Tab control, find line in line page tab selected 2 of 2. 2 ടാബ് വെച്ച് 2 ടാബ് കീ പ്രസ് ചെയ്യുമ്പോഴാണ് ഓരോ നീങ്ങുന്നത് കേട്ടോ. Tab control, find line in line page tab selected 2 of 2. 3. Tab control, clear line all tab, find line in line page tab selected 2 of 2. Tab control, clear line all tab selected 1. Find line in line page tab selected 2 of 2. 4. List with 3 items, dash dash, heading level 6, dash വിശകലനം, control line point link, remove line red line link. കണ്ട, ആനന്ദാശ്രുക്കൾ പാഠവിശകലനം. അപ്പോൾ ഇത് മറ്റേ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ ഫയലുകളെല്ലാം കടന്ന് ഇങ്ങോട്ട് വരുവുള്ളായിരുന്നു. ഇതിപ്പോൾ മറ്റ് വീഡിയോയിലും ഓഡിയോയിലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഡോക്യുമെൻ്റ് എത്തിയപ്പോൾ ആ ഫയലിലേക്ക് എത്തി. ഓക്കെ, ആനന്ദാശ്രുക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പ്രസൻറ്റേഷൻ ഫയലാണിത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കൺട്രോൾ ലൈൻ പോയിന്റ് ലിങ്ക്, കൺട്രോൾ ലൈൻ പോയിന്റ് ഇതാണ്. ഇത് ഈ പറയുന്നിടത്ത് എൻ്റർ ചെയ്താൽ, എൻ്റർ ചെയ്താൽ സ്പേസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ റിസോഴ്സിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ റിസോഴ്സസിലേക്ക് ആഡ് ആവും. ഇനി അതിൻ്റെ അപ്പുറത്തൊരു ബട്ടണുണ്ട്, റിമൂവ് ലൈൻ റെഡ് ലൈൻ. റെഡ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് പച്ചയാണ്. അപ്പോൾ ഈ റെഡ് ലൈൻ ബട്ടണിൽ ഒരു കണ്ണിൻ്റെ പടമാണ്. ഇതിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഫയൽ ഓപ്പൺ ആവും, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇത് കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രസൻറ്റേഷൻ ഫയലാണ്, അത് ഞാൻ എന്തായാലും ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒന്നുകൂടെ ടാബ് ചെയ്ത് നോക്കാം.
Heading level 6. Control line point link. Remove line red line ലഘുക്കുറിപ്പ് link. തയ്യാറാക്കുക. നമ്മുടെ മൂല്യനിർണ്ണയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. Control line point link. കൺട്രോൾ ലൈൻ ബട്ടൺ ഉണ്ട്, Remove line red line link. റിമൂവ് ലൈൻ റെഡ് ലൈൻ, അപ്പോൾ ആ ബട്ടനും ഉണ്ട്. അതാണ് കാണാനുള്ളത്. മറ്റേത് കൺട്രോൾ ലൈൻ എന്ന് പറയുന്നതാണ് റിസോഴ്സിലേക്ക് ആഡ് ചെയ്യാനുള്ള ബട്ടൺ. Heading level 6. Control line point link. Remove line red line link. പ്രഭാഷണം തയ്യാറാക്കുക. ഇതാണല്ലോ നമ്മൾ അവിടെ എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത്. അപ്പോൾ അതിനെ Control line point link link. അതും കൂടെ ഞാനൊന്ന് സ്പേസ് ബാർ കൊടുത്ത് ആഡ് ചെയ്യുന്നു. ഓക്കെ, Remove line red line link link. അവിടെ ആ ബട്ടനും ഉണ്ട്. ഓക്കെ, കാണാവുന്നവർ ഇവിടുന്ന് നമുക്ക് ഇവർക്ക് ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്ത് വേണ്ട ഭാഗമായി PDF-ൻ്റെയൊക്കെ വേണ്ട ഭാഗം മാത്രം ഇവിടുന്ന് എടുത്ത് ഇതിലേക്ക് നമ്മുടെ ടീച്ചിങ് മാനുവലിലേക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ് ടാബ് ഇവിടെ കഴിയുകയാണ്. ഇനി PDF ടാബ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ PDF ടാബ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത PDF ടാബിലേക്ക് തന്നെ എത്തും. തുടർച്ചയായിട്ട് ടാബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ PDF ആയിട്ടുള്ള ഐറ്റം ഉണ്ടെങ്കിൽ അവിടെ കിട്ടും. Control clear line all tab selected 1 of 2. Find line in line page tab selected. List with one item and dash dash artificial element heading level 6 and dash remove line red line link. Remove line red line link. List with one item remove that list with one item. Remove line red line. Samagra dash Google Chrome region toolbar. New site info address and search bar edit rightwards arrow bar rest and then enter task icon. New site info Samagra dot. List with. നമ്മുടെ സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ച് നമ്മുടെ സേവ് ബട്ടണിലേക്ക് വരാം. ഷിഫ്റ്റ് ടാബ് കൊടുത്ത് വരികയാണ്. Remove control clear line all. Clear line all. Clear line all. ബട്ടൺ കൊടുത്ത് വരാം. പക്ഷേ List insert line image on demand line arrow line for save button. തിരിച്ചു വന്നതാണ്. നമ്മുടെ ശരിക്കും നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ റിസോഴ്സസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഈ എക്സ്റ്റൻഡ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഇവിടെ reference link blank. റെഫറൻസ് ലിങ്ക് Application enter extended activities edit multi-line Apashanam Tayara Uga. എക്സ്റ്റൻഡ് ആക്ടിവിറ്റി Save button. സേവ് ബട്ടൺ. ഈ സേവ് ബട്ടൺ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഞാൻ സേവ് ബട്ടൺ കൊടുക്കുന്നു. Clickable loading. Combo box collapsed. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Combo box collapsed. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡിവിഷൻ നമ്മൾ കാണിച്ചിട്ടില്ല എങ്കിൽ സബ്മിറ്റ് ആവില്ല. അതുപോലെ തന്നെ ഡേറ്റ് ബാക്ക് ഡേറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇന്നലത്തെ ഡേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതേപോലെ ഏതെങ്കിലും ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടുകൊണ്ട് ഇപ്പോൾ എക്സ്റ്റൻഡ് ആക്ടിവിറ്റി ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഇടാൻ പറ്റിയേക്കും. പക്ഷേ ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂ അസസ്മെൻറ്റ് ആക്ടിവിറ്റി ഇതിലേതെങ്കിലും ബ്ലാങ്ക് ആക്കിയിട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നൊരു ടാബ് കൊടുക്കുന്നു. Close link. List with 2 items void left parent 0 right parent edit link. Oh. Close link. List with 2 items. Landmark breadcrumb navigation landmark list with 2 items dashboard visited link. ഡാഷ്ബോർഡ് വിസിറ്റഡ് ലിങ്ക്. Combo box 2025-26 collapsed. ഓക്കെ, വർഷമാണ് നമ്മൾ 2025-2026 വർഷത്തിലെ ഇതൊക്കെ ടാബ് കൊടുത്താണ് വരുന്നത്. ഇത് അടുത്ത വർഷം ആകുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. ഇപ്പോൾ 2025-26. അടുത്തത് Pending submission 1 radio button checked 2 of 4. പെൻഡിങ് സബ്മിഷൻ. ഓക്കെ, ഇതിലേക്ക് വന്നു. പെൻഡിങ് സബ്മിഷനിലേക്ക് വന്നേക്കാണ്. അതാണ് സെലക്ട് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് Awaiting approval 0 radio button checked 3 of 4. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ആരോസ് ഉപയോഗിച്ച് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പെൻഡിങ് സബ്മിഷനാണ് ഡയറക്റ്റായിട്ട് സെലക്ട് ആയിട്ട് കിടന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് ആരോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2-3 കാര്യങ്ങൾ കിട്ടും. നമുക്ക് നോക്കാം. ലെഫ്റ്റ് Pending approved T.M1 radio button checked 1 of 4. അപ്രൂവ്ഡ് TM അപ്രൂവ് ആയിട്ടുള്ള ടീച്ചിങ് മാനുവലുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇവിടെ കാണാം. Pending submission 1 radio button checked 2 of 4. പെൻഡിങ് സബ്മിഷനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. സബ്മിഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ. Awaiting approval 0 radio button checked 3 of 4. ഓക്കെ, സബ്മിറ്റ് ചെയ്തിട്ട് അപ്രൂവലിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണാം. Revision suggested 0 radio button checked 4 of 4. റിവിഷൻ സജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇപ്പം പെൻഡിങ് സബ്മിഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ സേവ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ സേവ് ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കത്തേ ഉള്ളൂ. HM കിട്ടണമെന്നുണ്ടെങ്കിൽ പെൻഡിങ് സബ്മിഷൻ Pending submission 1 radio button checked 2 of 4. സബ്മിഷൻ Teaching manual visited link. Microplan Adam 3.artificial checkbox not checked. ടാബാണ് കൊടുത്തത്. അപ്പോൾ പെൻഡിങ് സബ്മിഷനിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് ഇത് തന്നെ കിട്ടുന്നത്. ചിലപ്പോൾ വേറെ ടാബിൽ നിന്നുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ആണെങ്കിൽ സ്പേസ് ബാർ കൊടുത്ത് നമുക്ക് കാണാവുന്നതാണ്, അങ്ങനെ വായിക്കാവുന്നതാണ്. വായിക്കേണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ടാബ് ചെയ്യാം.
Banner and mock profile options collapsed. Submenu link macroplan.macroplan. My macroplans grouping use this TM for another division link. use this TM for another division. Edit link. Download offline class link. Submit for approval button. ഓക്കെ, Download offline class link. ഡൗൺലോഡ് ഓഫ്ലൈൻ ക്ലാസ്. ഇത് ഓഫ്ലൈനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ അതുകൊണ്ട് Submit for approval button. സബ്മിറ്റ് ഫോർ അപ്രൂവൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. ഞാൻ എൻ്റർ ചെയ്യുന്നു. Clickable heading level for confirm. Button close. Are you sure you want to submit the macro plan for approval? Button cancel. Button OK. ഓക്കെ ആണ് കൊടുക്കേണ്ടത്. Close button. Cancel button. OK button. ഓക്കെ തന്നെയാണ് എൻ്റർ ചെയ്താൽ ഓക്കെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ആ ഓക്കെ ബട്ടൺ എടുത്തു കൊടുക്കുന്നു. Link download offline class. അങ്ങനെ നമ്മുടെ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ മെസ്സേജ് ഇവിടെ കാണിക്കുകയുള്ളൂ, പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ നിവർത്തിയുള്ളൂ. എന്തായാലും ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരവസരത്തിൽ ഈ സമഗ്രയിലുള്ള സാധനങ്ങൾ തന്നെ എങ്ങനെ നമുക്ക് ഇതിനായിട്ട് പോയി, അത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇതിനകത്തുള്ള PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഒരു OCR ചെയ്ത് ഇതിനെ ഇങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കുക. അത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫയലുകളെല്ലാം തന്നെ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അതിനകത്തുള്ള PDF ഇത് തന്നെയാണ്. ആക്ടിവിറ്റി അവിടെ കാണും, പിന്നെ അസസ്മെൻറ്റും കാണും, എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയും കാണും. അപ്പോൾ ഇത് ഓരോ 3 PDF ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് വേണ്ട ആക്ടിവിറ്റിയും പിന്നെ അതിൻ്റെ ക്രോഡീകരണം അല്ലെങ്കിൽ ഐഡിയാസ്, അണ്ടർസ്റ്റാൻഡിങ്, വാല്യൂസും കാണും. ഇത് രണ്ടായിട്ട് നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് അസസ്മെൻറ്റും എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയും പ്രത്യേകമായി തന്നെ കാണും മിക്കവാറും. മലയാളമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ്, മറ്റു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും കുറേ സമയമായിട്ടെന്ന് തോന്നുന്നു. എന്തായാലും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.